ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ചലച്ചിത്രമേളയാണ് നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ IFFK. IFFK ഇന്ന് 30ൻ്റെ നിറവിലെത്തി നിൽക്കുകയാണ്. 1994 സിനിമ എന്ന മാധ്യമം ജനിച്ചിട്ട് 100-ാം വർഷം ആരംഭിച്ച ഈ ഫെസ്റ്റിവൽ ഇന്ന് ലോകശ്രദ്ധ നേടുന്ന ഒരു ചലച്ചിത്രോത്സവമാണ്. അപ്പോൾ ഇപ്പോൾ ഒരു വാർത്ത വന്നിരിക്കുന്നത് ഈ ഫെസ്റ്റിവലിലേക്കുള്ള 19ഓളം സിനിമകൾ ഈ സെൻസർഷിപ്പ് സർട്ടിഫിക്കറ്റ് നൽകാതെ കേന്ദ്ര സെൻസർ ബോർഡ് പിടിച്ചു വച്ചിരിക്കുകയാണെന്നാണ്. അതിൽ 4 ഇപ്പോൾ നൽകി, ഇനിയും നൽകുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ വാസ്തവം? ഇപ്പോൾ നമുക്കറിയാം, ഗോവയിൽ നടക്കുന്ന IFFI, ഇന്ത്യയുടെ അന്താരാഷ്ട്ര ചലച്ചിത്ര മേള, വളരെയധികം പ്രശസ്തമായൊരു മേളയായിരുന്നു. അത് 1954 ഡൽഹിയിൽ വളരെ ചെറിയ തോതിൽ ആരംഭിച്ച നമ്മുടെ രാഷ്ട്രശില്പിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ വലിയ മോഹങ്ങളായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന എല്ലാ സാംസ്കാരിക സ്ഥാപനങ്ങളും നമ്മുടെ രാജ്യത്തും വേണമെന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു സ്വപ്നമായിരുന്നു ഈ ബഹിരാകാശ യാത്ര. അതിൻ്റെയാണ് VSSCയും അതുപോലെ മറ്റു ബഹിരാകാശ ഗവേഷണങ്ങളും ആരംഭിക്കുന്നു അദ്ദേഹത്തിൻ്റെ കാലത്താണ്. അപ്പോൾ അന്ന് വളരെ ചെറിയ തോതിൽ തുടങ്ങിയ ഒരു അന്താരാഷ്ട്ര ചലച്ചിത്രമേള പിന്നീടത് വളർന്ന് വികസിച്ച് പിന്നീട് സ്ഥിരം വേദിയായിട്ട് ഗോവ തീരുമാനിക്കുകയും ഗോവയിൽ അത് വളരെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മേളയിലൊക്കെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ആ മേളയുടെ എല്ലാ സാംസ്കാരിക തനിമയും തകർത്തുകൊണ്ട് കാശ്മീർ ഫയൽസ് പോലുള്ള സിനിമകൾ പ്രദർശിപ്പിച്ചിട്ട് അതിനൊക്കെ അവാർഡ് കൊടുത്തിട്ട് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ആ മേളയുടെ അന്തസ്സത്തെ തന്നെ പൂർണ്ണമായിട്ട് നശിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇത്തരത്തിൽ ഈ IFFI ഒക്കെ ഇതുപോലെ തന്നെ അത് കുറേ പ്രോപ്പഗൻഡയ്ക്ക് വേണ്ടിയുള്ള മേളകളായി മാറുമ്പോൾ ഈ ഇന്നും നിലനിൽക്കുന്നത് നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിലെ, കേരളത്തിലെയും കൽക്കത്തയിലെയൊക്കെ ചലച്ചിത്ര മേളകളാണ്. ഈ മേളകളിലും ഇത്തരത്തിൽ എന്ത് പ്രദർശിപ്പിക്കണം, എന്ത് പ്രദർശിപ്പിക്കരുതെന്ന രീതിയിൽ കൈകടത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ വലിയൊരു തമാശ, ബാറ്റിൽഷിപ്പ് പൊതങ്കിൻ എന്ന സിനിമ, ഐസൻസ്റ്റൈൻ്റെ സിനിമ, ഈ സിനിമ ഒരു ചലച്ചിത്ര പാഠപുസ്തകമാണ്. നമ്മളെല്ലാവരും അത് കണ്ടു വളർന്നവരാണ്. നമ്മുടെ എല്ലാവരുടെ അടുത്തും അതിൻ്റെ സീഡിയൊക്കെ ഉണ്ട്. ആ സിനിമയും ഈ പറഞ്ഞ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ സിനിമകളുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ കൽക്കത്ത ഫെസ്റ്റിവലിൽ ഏറ്റവും നല്ല സംവിധായകനുള്ള അവാർഡ് കിട്ടിയ ശ്രീലങ്കൻ സിനിമയും ഇവിടെ പ്രദർശിപ്പിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും കേരള സർക്കാർ ഒരു കൃത്യമായ തീരുമാനമെടുത്തു. എല്ലാ സിനിമകളിലും, ഫെസ്റ്റിവൽ ക്ഷണിച്ചിട്ടുള്ള സിനിമകളിലെല്ലാം തന്നെ എല്ലാ സിനിമകളും പ്രദർശിപ്പിക്കുക എന്നുള്ളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. അത് തീർച്ചയായും നല്ലതാണ്. കാരണം ഈ ചലച്ചിത്രമേളകൾ സാംസ്കാരിക വിനിമയത്തിൻ്റെ കേന്ദ്രങ്ങളാണ്. അതിലൂടെയാണ് നമ്മൾ ഇന്നത്തെ ലോകത്ത് നടക്കുന്ന പ്രധാന സംഭവവികാസങ്ങൾ, ലോകം എന്താണ് എന്ന് മനസ്സിലാകുന്നത് നമ്മൾ ബോളിവുഡ് സിനിമ കണ്ടിട്ടോ അല്ലെങ്കിൽ ഹോളിവുഡ് സിനിമ കണ്ടിട്ടോ അല്ലെങ്കിൽ മോളിവുഡ് സിനിമ കണ്ടിട്ടോ അല്ല. അതിലെ നായകന്മാരുടെ നിരന്തരമായ പ്രവർത്തനങ്ങളല്ല ലോകത്ത് സംഭവിക്കുന്നത്. ലോകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സമാന്തര സിനിമയിലൂടെയാണ്. ആ സമാന്തര സിനിമയുടെ വലിയ ഒരു പ്രദർശനമാണ് നമ്മുടെ ചലച്ചിത്രമേളകൾ. ഇപ്പോൾ ഗോവയെ സംബന്ധിച്ചിടത്തോളം അത് ഏതാണ്ട് ഇല്ലാതായി. പലപ്പോഴും ഈ പറയുന്ന പ്രൊപ്പഗാൻഡ സിനിമകൾ മാത്രമായിട്ടത് മാറിയ ഒരു സാഹചര്യത്തിൽ ഇന്ന് നിലവിലുള്ള 2 ചലച്ചിത്രമേളകൾ ഇന്ത്യയിൽ, ഒന്ന് കൽക്കത്തയും ഒന്ന് തിരുവനന്തപുരത്തുമാണ്. അപ്പോൾ ഈ മേളകളെയും നിയന്ത്രിക്കാനുള്ള ശ്രമം തികച്ചും അപലപനീയമാണ്.
പക്ഷേ അതേസമയം മറ്റൊരു കാര്യവും കൂടിയുണ്ട്. ഇപ്പോൾ ഈ മേളയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ശ്രീ റസൂൽ പൂക്കുട്ടി അദ്ദേഹം സ്ഥലത്തില്ല. 2022 തൊട്ട് ഈ മേളയ്ക്കൊരു ആർട്ടിസ്റ്റിക് ഡയറക്ടർ ഇല്ല. അപ്പോൾ ഈ രീതിയിൽ മേളയുടെ നടത്തിപ്പിന് ഏറ്റവും വലിയ ചുമതല വഹിക്കുന്ന ആളാണ് ആർട്ടിസ്റ്റിക് ഡയറക്ടർ. ഈ സിനിമകൾ സെലക്ട് ചെയ്യുന്നതിലും അതുപോലെ എനിക്ക് തോന്നുന്നത് ബീന പോൾ പോയതിന് ശേഷം പിന്നീടൊരു സ്ഥിരമായിട്ടൊരു ആർട്ടിസ്റ്റ് ഡയറക്ടർ അതിനില്ല. റസൂൽ പൂക്കുട്ടി വലിയൊരു ശബ്ദലേഖകനാണ്, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ആളാണ്, ഓസ്കർ അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണ്. അദ്ദേഹം വലിയ തിരക്കുള്ള മനുഷ്യനാണ്. അങ്ങനെ വലിയ തിരക്കുള്ള ആളുകളെ നമ്മളിപ്പോൾ ഈ ചലച്ചിത്ര അക്കാദമി പോലുള്ള സ്ഥാപനങ്ങളുടെ തലപ്പത്ത് ഇരുത്തുമ്പോൾ അവർക്ക് ഇത് വേണ്ട വിധം ശ്രദ്ധിക്കാൻ സാധിക്കില്ല. അവർക്കൊരു അലങ്കാരം എന്ന രീതിയിൽ മാത്രമേ അവർക്ക് ഈ സ്ഥാനത്ത് ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം സ്ഥാപനങ്ങൾ ചലച്ചിത്ര അക്കാദമി പോലെ കേരളത്തിലെ ചലച്ചിത്ര, അതായത് സമാന്തര ചലച്ചിത്ര വ്യവസായവുമായിട്ട്, നല്ല സിനിമയുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്ന ഈ സ്ഥാപനത്തിന് ഈ മേഖലയുമായിട്ട് നല്ല ബന്ധമുള്ള മുഴുവൻ സമയം ഈ ചലച്ചിത്ര അക്കാദമിക്ക് വേണ്ടി ചിലവഴിക്കാൻ സാധിക്കുന്ന ആളുകളെയല്ലേ നമ്മൾ ഇതിൻ്റെ തലപ്പത്തിരുത്തേണ്ടത്. നമ്മൾ പേരും പ്രശസ്തിയുള്ള ആളുകൾ, നമുക്കിപ്പോൾ ഓസ്കാർ അവാർഡ് കിട്ടിയിട്ടുള്ള ആളെ ഇരുത്താം, അതുപോലെ വലിയ വലിയ തിരക്കുള്ള അറിയപ്പെടുന്ന ആളുകളെ നമുക്ക് ഇരുത്താം. പക്ഷെ അതുകൊണ്ട് എന്ത് പ്രയോജനമുണ്ട്? ചലച്ചിത്ര മേഖലയുമായിട്ട് ബന്ധമുള്ള, ചലച്ചിത്രങ്ങളെ നന്നായിട്ട് അറിയാവുന്ന വളരെ സീനിയറായ ഒരാളല്ലേ അക്കാഡമിയുടെ ചെയർമാനായിട്ടിരിക്കേണ്ടത്? ഈ കാര്യവും നമ്മൾ ഈ തരുണത്തിൽ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആർട്ടിസ്റ്റിക് ഡയറക്ടർ ഇല്ലാതെ എങ്ങനെയാണ് ഇതുപോലുള്ള വലിയ മേളകൾ നടത്തുന്നത്? അങ്ങനെ നടത്തുമ്പോൾ അതൊരു ഉദ്യോഗസ്ഥരുടെ ഒരു മേളയായിട്ട് മാറില്ലേ? അവരല്ലേ ഇതെല്ലാം സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മളും ലാഘവത്തോടെയാണ് ഈ മേളയെ കണ്ടത് എന്ന് പറയാതിരിക്കാനാവില്ല. അതേസമയം സെൻസർ ബോർഡിൽ നിന്നുണ്ടായിട്ടുള്ള ഈ നടപടിയെങ്കിലും നമ്മുടെ കണ്ണു തുറപ്പിക്കണം. നമ്മൾ സാംസ്കാരിക വ്യവഹാരങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധയും ഊന്നലും നൽകണം. നമ്മൾ ഈ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സാംസ്കാരിക സ്ഥാപനങ്ങളെ പൂർണ്ണമായിട്ടും കാവ്യവൽക്കരിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ നയം പൂർണ്ണമായിട്ട് ശാസ്ത്രവിരുദ്ധമായും അതുപോലെ തന്നെ ചരിത്രവിരുദ്ധമായിട്ടും നടപ്പിലാക്കാനുള്ള ശ്രമവും നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, യൂണിവേഴ്സിറ്റികൾ, അതുപോലെ മറ്റു പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ കയ്യടക്കാനുള്ള ശ്രമവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുന്നിൽ കാണുന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന കാര്യം, ഇത്തരം കടന്നുകയറ്റങ്ങൾക്കെതിരെ നമ്മൾ അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു സന്ദർഭമാണിത്. അതിനാൽ അതിനാവശ്യമായ ജാഗ്രത കേരളത്തിലെ സർക്കാരുകൾ പുലർത്തിയേ മതിയാവും.